All right. So the first thing is changes in strategy requires changes in structure. ഇത് നമ്മൾ മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞതാണത്. ദാറ്റ് ഈസ് ഇഫ് ദി company is changing its strategy, changing its structure according to its strategy, then it is forward linkage or forward relationship. And if the company is formulating strategy according to its structure, then it is backward linkage or backward relationship. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ പറയുന്നത്. അതിൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് വിൽ ബി ഫോളോവിങ് ഫോർവേഡ് ലിങ്കേജ് ഓർ ഫോർവേഡ് റിലേഷൻഷിപ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി ഏറ്റവും നല്ലതാവുക എന്നുള്ളതാണ് എല്ലാ കമ്പനീസും നോക്കുക. ഏറ്റവും നല്ല സ്ട്രാറ്റജി നമുക്ക് പ്രോഫിറ്റ് മേക്കിംഗ് ഏത് സ്ട്രാറ്റജിയാണ്, നമ്മുടെ സൗകര്യത്തിന് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതല്ല, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന അനുസരിച്ച് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ് മിക്ക കമ്പനീസും നോക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് സ്ട്രക്ചറിന് ചേഞ്ച് വരുത്തും. സോ എന്തുകൊണ്ട് ഈ ചേഞ്ചസ് ആവശ്യം വരും, റീസൺസ് ആണ് പറയണത്. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഈസ് പ്ലാനിങ്. സോ വെൻ ദി സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ്, the strategy is broken down into various different objectives and goals. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ടാക്കണം. അപ്പോൾ വെറുതെ ഒരു ഗോൾ ഉണ്ടാക്കിയാൽ പോരാ, അതിനനുസരിച്ച് ആർക്കാണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അപ്പോൾ പ്ലാനിങ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രക്ചർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോർ പ്രോപ്പർ പ്ലാനിങ്. Then resource allocation. When there is proper planning, we have a plan. Okay, we have a plan. ഈ പ്ലാനിനനുസരിച്ച് നമുക്ക് റിസോഴ്സ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിസോഴ്സ് കൃത്യമായിട്ട് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എങ്ങനെ പറ്റും, ഏത് രീതിയിൽ പറ്റും, നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണോ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള റിസർച്ച് അലൊക്കേഷൻ നമുക്ക് നടത്തണം. ഓക്കെ, അപ്പോൾ റിസർച്ച് അലൊക്കേഷൻ ഇസ് അനദർ റീസൺ ബിക്കോസ് ഓഫ് വിച്ച് വി നീഡ് ടു ചേഞ്ച് ദി സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജിക്ക് ഇന്ന ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ റിസോഴ്സ് കൊടുക്കണം, വേറെ ആൾക്കാരുടെ കയ്യിൽ കുറച്ച് റിസോഴ്സ് കൊടുത്താൽ മതി എന്നൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വേണം സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് മാച്ച് എന്ന് പറയുന്നത്, ഇപ്പം ഈ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ പറയുന്ന 5 പോയിന്റ്സും ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ നമുക്ക് നടത്തണം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ മാച്ച് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് എ സ്ട്രക്ചർ, വി ഹാവ് എ സ്ട്രാറ്റജി. ഓക്കെ, രണ്ട് വഴിക്ക് പോകാൻ പാടില്ല. ഓക്കെ, സോ കമ്പനി എന്ത് ചെയ്തു, കമ്പനിക്ക് ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. അപ്പോൾ പുതിയ ചേഞ്ചസ് വരുന്നതനുസരിച്ച് സ്ട്രാറ്റജിയും ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, ഇത് രണ്ട് വഴിക്കാണ് പോകണമെന്നുണ്ടെങ്കിലോ ഈ സ്ട്രാറ്റജി ഈ സ്ട്രക്ചറായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ല, ഒട്ടും അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ദി ഓർഗനൈസേഷൻ വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്സ് റിസൾട്ട്സ്. അപ്പോൾ അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇൻ ദ സെയിം വേ എഫിഷ്യൻസി is related to this match. Efficiency. So when the organization is changing the structure of the whole organization to get its result, we need results. അതാണ് അവിടെ പറയണത് അല്ലേ. റിസൾട്ട് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റിസോഴ്സസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുമ്പത്തെ പോയിന്റ്, നമുക്ക് നല്ല റിസോഴ്സസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ അത് നോക്കുന്നതാണ്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യേണ്ടി വരും. വി വിൽ ഹാവ് ടു ചേഞ്ച് ദി സ്ട്രക്ചർ അക്കോർഡിംഗ് ടു ദി സ്ട്രാറ്റജി. ഓക്കെ, ദെൻ ഡിസിഷൻ മേക്കിംഗ്. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ എല്ലാത്തിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പോയിന്റാണ് ഡിസിഷൻ മേക്കിംഗ്. ഓൾ ദ ഡിസിഷൻസ് ആർ ടേക്കൻ അക്കോർഡിംഗ് ടു ദി സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. ഹൂ ഇസ് ടേക്കിംഗ് ദി ടോപ്പ് മോസ്റ്റ് ഡിസിഷൻ? The other decisions, that is the decisions related to the goals and the objectives of the organization. If it is a departmental wise structure that we have formulated, then who has to take the decisions in that? And ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ തന്നെ ചിലപ്പോൾ എന്താണ് അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കണം.
അപ്പോൾ ആരുടെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. സോ ഓൾ ദീസ് ഡിസിഷൻ മേക്കിംഗ് പവർ, with whom is the decision making power, who is taking what decision, that has to be decided. Okay, അതിനനുസരിച്ച് വേണം സ്ട്രക്ചർ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ. Right? Next is matching structure with the strategy. Okay, so as we had said, we need to formulate the structure according to the strategy. അപ്പോൾ സ്ട്രക്ചറും സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം, അതാണ് നമ്മളിവിടെ പറയാൻ പോണത്. The different steps that we need to follow to understand or to finalize the structure according to the strategy. Okay, അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ കീ ആക്ടിവിറ്റീസ്. Key activities means the most important activities. Okay, an organization will have different activities. Many activities are there. There are administrative activities are there. There is sales activities are there, and there are many type of activities are there in the organization. But there are a few key activities. Okay, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഉണ്ടാവാം. സെയിൽസിൽ ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവാം. പ്രൊഡക്ഷനിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് അവർ കീ ആക്ടിവിറ്റി. ഓക്കെ, നമ്മുടെ പുതിയ സ്ട്രാറ്റജിയിൽ കേട്ടോ. ഓക്കെ, പുതിയ സ്ട്രാറ്റജിയിൽ നമ്മളുടെ വൺ ഓഫ് ദി കീ പോയിന്റ് ഈസ് ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി കീ ആക്ടിവിറ്റി. അങ്ങനെ നമ്മളുടെ പുതിയ സ്ട്രാറ്റജിയിൽ ഒരുപാട് കീ ആക്ടിവിറ്റീസ് ഉണ്ടാവും. 4-5 എണ്ണമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, 5-6 എണ്ണമൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും കീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതാദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദം. ബിക്കോസ് ഇത് നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ദാറ്റ് ഈസ് ദി ബേസ് ഓഫ് ദി ഹോൾ സ്ട്രക്ചർ ദാറ്റ് വി ആർ ഗോയിങ് ടു ബിൽഡ്. ഓക്കെ, the whole structure of the organization is going to be built on the basis of these key activities. Okay, the key activity adhim kandupidichu. Second one is understanding the interrelationship among activities. So we have got the key activities and we also have supporting activities. Okay, and other subordinate activities and also routine activities. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. ഈ പറയുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കീ ആക്ടിവിറ്റീസ് മാത്രം നോക്കി വെച്ചിട്ട് കാര്യമില്ല. സോ ഹൗ ദ കീ ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് വിത്ത് ഓൾ ദീസ് അതർ ആക്ടിവിറ്റീസ്. ഓക്കെ, ആൻഡ് ഹൗ ഓൾ ദി അതർ ആക്ടിവിറ്റീസ് ആർ ഇൻ്റർലിങ്ക്ഡ്. ഇതെല്ലാം നല്ലോണം മനസ്സിലാക്കി വെക്കണം. നമ്മളൊരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയും ഒരു പ്രശ്നം വരരുത്. സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആദ്യം കീ ആക്ടിവിറ്റി കണ്ടുപിടിച്ചു, അതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ കണ്ടുപിടിച്ചു, എല്ലാത്തിൻ്റെ ഇൻ്റർ ലിങ്കേജ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, വി സ്റ്റഡീഡ് എവറിത്തിങ്. തേർഡ് വൺ ഈസ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ഇൻ ടു യൂണിറ്റ്സ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ദ ഹോൾ number of activities that we identified inside the organization into different units. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ എന്ത് വരണത്, ശരിക്കും സ്ട്രക്ചറിലേക്ക് നമ്മൾ കടക്കണത്. ശരിക്കും ഇതുവരെ നമ്മൾ ആക്ടിവിറ്റീസ് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ആക്ടിവിറ്റീസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ വി ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഓൾ ആക്ടിവിറ്റീസ് ആർ ആക്ച്വലി മോർ റിലേറ്റഡ്. കൂടുതൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം കൂടി ഒന്നിച്ചിലേക്ക് നമ്മൾ ഒരെണ്ണത്തിലേക്ക് ആക്കും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു നമ്മൾക്ക് തന്നെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, 3-4 പ്രോഡക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫോളോ SBU ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ടാക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗ്സ് ഇപ്പോൾ പറയാൻ പാടില്ല, പ്ലാസ്റ്റിക് ബാഗ്സ് ഇല്ല, സാധാരണ സ്കൂൾ ബാഗ്സ് ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട് നമുക്ക്. അതുകൂടാതെ നമുക്ക് ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടെന്ന് നോക്കിയാൽ, അപ്പോൾ 1 കാറ്റഗറി ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻ്റർലിങ്ക്ഡ് ആൻഡ് ദി അതർ പ്രോഡക്റ്റ് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻ്റർലിങ്ക്ഡ്. അപ്പോൾ രണ്ടിനും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ആ ആക്ടിവിറ്റീസിന് ഈ ആക്ടിവിറ്റീസിന് നമുക്ക് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദി ആക്ടിവിറ്റീസ്. ഓക്കെ, വി ക്യാൻ ഗ്രൂപ്പ് ദം. മനസ്സിലായോ? അതിനാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസിന് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമുക്ക് ഗ്രൂപ്പിസം നമുക്ക് നടത്താൻ പറ്റും. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക?
നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫിനാൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ അതെല്ലാം കൂടി മാറ്റി ഒരു സൈഡിലേക്ക് ആക്കി. മാർക്കറ്റിംഗ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. സോ അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൂടി നമ്മൾ വേറെ ആക്കി. സോ ഗ്രൂപ്പിംഗ് ദി ആക്ടിവിറ്റീസ്. ഓക്കെ, so grouping according to the strategy that we are formulating, okay, that we have already formulated. So that is grouping the activities. Next thing is deciding the degree of authority. Now we have grouped all the activities. Okay, so നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക്. ആൻഡ് ഈ പറയുന്ന പോയിന്റിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ ആർക്കൊക്കെ എത്രയൊക്കെ അതോറിറ്റി കൊടുക്കണം. ഓക്കെ, so the manager may be there. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there may be a general manager for the whole product. There may be different departmental managers. There will be assistant managers for each departmental managers. There will be other executives, senior executives, then other junior executives. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാവും. So what are the authorities that we need to give to each one of the person who is working inside the organization? Every employee has to be given ക്ലിയർ കട്ട് അതോറിറ്റി. ഓക്കെ, അതിൽ ഓവർലാപ്പിംഗ് വരാൻ പാടില്ല. എന്താ പറയുക, ഏതെങ്കിലും അതോറിറ്റി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം വിട്ടുപോകാൻ പാടില്ല. എല്ലാം അതിലുണ്ടാവണം. ഓക്കെ, സോ ഡിസൈഡിങ് ദ ഡിഗ്രി ഓഫ് അതോറിറ്റി ഓഫ് ഈച്ച് പേഴ്സൺ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ഇതുവരെ ഉള്ളത് നോക്കാം. വെറുതെ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചു, ബേസ് കണ്ടുപിടിച്ചു, അതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കണ്ടുപിടിച്ചു. ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്ത് കിടക്കുന്ന ആക്ടിവിറ്റീസിനൊക്കെ കൂടി ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അതോറിറ്റീസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇപ്പോൾ പറയാൻ പോണത് എന്താണ്, കോർഡിനേഷൻ അമംഗ് യൂണിറ്റ്സ്. വെരി സിമ്പിൾ പോയിന്റ്. ഇതെല്ലാത്തിനെയും ഒന്നിച്ചാണ് കോർഡിനേറ്റ് ചെയ്യുക. അതാരാ സാധാരണ ചെയ്യാറ്? ദി CEO or CMO or whoever it is. Okay, the top level executive of the organization, they need to coordinate it. അപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളും കൂടി ഉണ്ടാവും. Okay, so this is the step by step procedure by which we can match the structure with the strategy. Okay.